കേരളത്തിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഹോണ്ടഡ് പ്ലേസ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം. യെസ്, ഇറ്റ്സ് 25 GB ബോണക്കാട് ബംഗ്ലാവ് ഇൻ ട്രിവാൻഡ്രം. അപ്പോൾ നമുക്ക് അവിടെ വരെ ഒന്ന് പോയി വന്നാലോ. അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്ത് തമ്പാനൂരിന്നും പുലർച്ചെ 4:45 ഒരു KSRTC ബസ് ഉണ്ട്. KSRTC ബസ്സസ് മാത്രമേ അങ്ങോട്ട് അലോ ചെയ്യത്തുള്ളൂ. ഒരു പ്രൈവറ്റ് വെഹിക്കിൾസും നമ്മുടെ ചെക്ക് പോസ്റ്റ് വഴി കടത്തി വിടൂല. വെറും 82 രൂപ കൊടുത്താൽ നമുക്ക് ബോണക്കാട് മേലെ വരെ പോകാൻ പറ്റും. ആൻഡ് നമ്മൾ പോയ അന്നത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഒരു അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. ലൈക്ക് മഴയും കോടയും മഞ്ഞെല്ലാം ആയിട്ട് നല്ല സെറ്റ് ക്ലൈമറ്റ് ആയിരുന്നു. ആൻഡ് ഈ ബസ് പോണ റൂട്ട് എന്ന് പറഞ്ഞത് നമ്മുടെ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയാണ് പൂവച്ചോരയും കയറുന്നതൊക്കെ. നല്ല വ്യൂ ആണ് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ലൈക്ക് ഇറ്റ്സ് റിയലി വർത്ത് ഇറ്റ് ഗൈസ്. ആൻഡ് നമ്മുടെ ഈ ബോണക്കാട് മേലെ ഒരു 7:45 ആയപ്പോഴേക്ക് നമ്മൾ ബോണക്കാട് ഏറ്റവും മേലെ വരെ എത്തി. അവിടെ നമ്മളിങ്ങനെ നടന്ന് ഇതുപോലെ ചെറിയൊരു വാട്ടർഫോൾസ് ഒക്കെ കാണാൻ പറ്റും. ആൻഡ് ഇവിടുന്ന് വീണ്ടും ഒരു 10 കിലോമീറ്ററിലധികം കുറേ ദൂരം ട്രക്ക് ചെയ്താൽ നമുക്ക് ബോണക്കാട് ബംഗ്ലാവിലോട്ട് എത്താൻ പറ്റും. നമുക്ക് പിന്നെ ധൈര്യം കൂടുതലായതുകൊണ്ടും സമയം കുറവുള്ളത് കൊണ്ടും നമ്മൾ ബോണക്കാട് ബംഗ്ലാവ് വിസിറ്റ് ചെയ്യാൻ പോയിട്ടില്ല. ആൻഡ് ഇവിടുന്ന് ഒരു 10-15 മിനിറ്റോളം വരെ ആ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കും. പിന്നെ നമ്മൾ തിരിച്ച് ആ സെയിം ബസ്സിൽ തന്നെ താഴോട്ട് ചുരം ഇറങ്ങിയിട്ട് നമ്മൾ വാഴവന്തോൾ വാട്ടർഫോൾസിലോട്ടാണ് പോയത്. അവിടെ 9 മണി മുതലാണ് എൻട്രി സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ പോയിട്ട് ഇതുപോലെ 200 റുപ്പീസാണ് പെർ ഹെഡ് പാസ്. സോ നമ്മൾ പാസ്സൊക്കെ എടുത്തിട്ട് ഓൾമോസ്റ്റ് 800 മീറ്റർ നടന്നാൽ നമ്മൾ കാടിൻ്റെ അങ്ങോട്ടേക്ക് എത്തും. അവിടുന്ന് വീണ്ടും 4 കിലോമീറ്റേഴ്സ് ട്രക്ക് ചെയ്താൽ നമുക്ക് വാഴവന്തോൾ വാട്ടർഫോൾസ് കാണാൻ പറ്റും. ആൻഡ് നമ്മൾ അത്ര പ്രൊഫഷണൽ ട്രക്കേഴ്സും അല്ല, നമ്മൾ ഫസ്റ്റ് ടൈമാണ് ട്രക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്ഷീണം പറ്റിയിട്ടുണ്ട്. നമ്മളെ കൂടെ ഒരു ഗൈഡൊക്കെ ഉണ്ടാവും. നമ്മളായിരുന്നു അവിടെ ഫസ്റ്റ് എത്തിയത്. അതുകൊണ്ട് തന്നെ കുറേ സമയം എടുത്തിട്ടാണ് നമ്മൾ ആ വാഴവന്തോൾ വാട്ടർഫോൾസിന് അങ്ങോട്ടേക്ക് എത്തിയത്. പോകുന്ന വഴിയൊക്കെ അത്യാവശ്യം ഡേഞ്ചറസ് ആണ്. ആൻഡ് മഴയുള്ളത് കൊണ്ട് തന്നെ കുറേ അട്ടകൾ ഉണ്ടായിരുന്നു. സോ പോണ വഴിക്ക് ഓരോരുത്തരായിട്ട് ഇങ്ങനെ അട്ട കടിച്ചിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഉപ്പൊക്കെ എടുത്തിട്ട് വേണം പോകാൻ. ക്ഷീണിക്കും. ആൻഡ് അവിടെ നമുക്ക് വെള്ളമോ ഫുഡോ ഒന്നും കിട്ടില്ല. സോ വെള്ളവും ഫുഡും എല്ലാം കരുതിയിട്ട് വേണം നമ്മൾ പോകാൻ. ആൻഡ് ആ പോണ ഇതുപോലെ ട്രക്കിംഗ് ചെയ്യുന്ന ആ ഒരു റൂട്ട് എന്ന് പറയുന്നതും അടിപൊളിയാണ്. ലാസ്റ്റ് നമ്മളിത് ഈ ഒരു വാട്ടർഫോൾസിലാണ് നമ്മൾ എത്തുന്നത്. ആൻഡ് ഇറ്റ്സ് റിയലി വർത്ത് ഇറ്റ് ഗൈസ്. 4 കിലോമീറ്റർ കഷ്ടപ്പെട്ട് ട്രക്ക് ചെയ്താലും എന്താ ഇത്ര നല്ലൊരു അടിപൊളി വ്യൂ നമുക്ക് കാണാൻ പറ്റി. നമ്മളാണ് അവിടെ ഫസ്റ്റ് എത്തിയത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പ്രൈവറ്റ് ആയിട്ട് നമുക്ക് വെള്ളത്തിൽ അത്യാവശ്യം നല്ലോണം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ടൈം. പിന്നെ നമ്മൾ വെള്ളത്തിൽ കളിച്ചെല്ലാം കയറിയപ്പോഴേക്കും മഴ പെയ്തു. സോ റെയിൻകോട്ടൊക്കെ ഇട്ട് തിരിച്ച് നമ്മൾ വീണ്ടും 4 കിലോമീറ്റർ ട്രക്ക് ചെയ്ത് ഇറങ്ങി. ആൻഡ് ലാസ്റ്റ് ബസ് അവിടെ നിന്നും ബോണക്കാട് നിന്നും തിരിച്ചു വരുന്നത് ലാസ്റ്റ് 1 മണിക്കാണ് ബസ്. സോ എൻജോയ്.